2024 മെയ് 10 വെള്ളി. ഇന്ന് 1199 മേടം 27. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ജനസംഖ്യാ വ്യതിയാനം കേന്ദ്ര റിപ്പോർട്ട് വിവാദത്തിൽ. അമേരിക്കൻ ഗവേഷകരുടെ കണക്കുകളെ ആശ്രയിച്ചുള്ള റിപ്പോർട്ട് ലക്ഷ്യം തിരഞ്ഞെടുപ്പിലെ ധ്രുവീകരണമെന്ന് പ്രതിപക്ഷം. 1950-2015 കാലയളവിൽ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ 84.68% നിന്ന് 78.06% കുറഞ്ഞെന്നും മുസ്ലിം ജനസംഖ്യ 9.84% നിന്ന് 14.09% വർദ്ധിച്ചെന്നും പറയുന്ന PMEAC റിപ്പോർട്ട്, അതായത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് വിവാദത്തിൽ. വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ടിലൂടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ധ്രുവീകരണമുണ്ടാക്കാനും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിന് പിന്നാലെ PMEAC പുറത്തിറക്കിയ റിപ്പോർട്ട് ഭിന്നിപ്പുണ്ടാക്കാനാണെന്നാണ് ആരോപണം. 167 രാജ്യങ്ങളിൽ 1950 മുതൽ 65 വർഷത്തിനിടെ ജനസംഖ്യയിൽ മതാടിസ്ഥാനത്തിലുണ്ടായ വ്യത്യാസം സംബന്ധിച്ച് അമേരിക്കൻ ഗവേഷകരായ ഡേവിസ് ബ്രൗൺ, പാട്രിക് ജെയിംസ് എന്നിവർ 2018 പുറത്തിറക്കിയ പ്രബന്ധവും അവർ ശേഖരിച്ച കണക്കുകളും വെച്ചാണ് PMEAC റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേസമയം ഇന്ത്യയിലെ ജനസംഖ്യയിൽ വിവിധ മതവിഭാഗങ്ങളുടെ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകൾ 1951 മുതൽ 2011 വരെയുള്ള സെൻസസ് കണക്കുകളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണക്കുകളിൽ പുതുമയില്ല. 2021 സെൻസസ് ഇതുവരെ നടത്തിയിട്ടുമില്ല. PMEAC അംഗവും സാമ്പത്തിക ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ ഷമിക രവി, കൺസൾട്ടന്റ് അപൂർവ കുമാർ മിശ്ര, എബ്രഹാം ജോസ് എന്നിവരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വൈദ്യുതി ഉപയോഗം 117 മെഗാവാട്ടിൻ്റെ കുറവ്. ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. പ്രാദേശിക നിയന്ത്രണവും വേണ്ടിവരില്ല. വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായതിനാൽ ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം തീരുമാനിച്ചു. വൈകുന്നേരം ഉപഭോഗം കൂടിയ, അതായത് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം 117 മെഗാവാട്ടിൻ്റെ കുറവ് വന്നതിനാൽ പ്രാദേശിക നിയന്ത്രണവും കാര്യമായി വേണ്ടിവരില്ല എന്നാണ് വിലയിരുത്തൽ. വേനൽ മഴയെ തുടർന്ന് വൈദ്യുതി ആവശ്യത്തിൽ കുറവുണ്ടായി. ബുധനാഴ്ച പരമാവധി ആവശ്യം 5251 മെഗാവാട്ടായി കുറഞ്ഞു. ചൊവ്വാഴ്ചത്തേക്കാൾ 493 മെഗാവാട്ട് കുറവ്. വൻകിട വൈദ്യുതി ഉപയോക്താക്കൾ, ജല അതോറിറ്റി, ലിഫ്റ്റ് ഇറിഗേഷൻ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം 117 മെഗാവാട്ടിൻ്റെ കുറവ് വരുത്തിയതായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ അറിയിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾ പീക്ക് സമയത്തെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കി. ഉപയോഗം കുറയ്ക്കണമെന്ന അഭ്യർത്ഥനയോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നും യോഗം വിലയിരുത്തി. പ്രതിസന്ധി വിലയിരുത്താൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച വീണ്ടും യോഗം ചേരും. ഗാസ യുദ്ധം, ഇസ്രായേൽ നീക്കത്തിൽ US-ന് അതൃപ്തി. റഫേൽ നിലപാട് മാറ്റി US. കൂട്ടക്കുരുതിക്ക് ആയുധം നൽകില്ല. ഗാസയിലെ കൂട്ടക്കുരുതിക്ക് US നിർമ്മിത ബോംബുകൾ ഉപയോഗിച്ചെന്ന് സമ്മതിച്ച് ബൈഡൻ. റഫേലിലെ ഇസ്രായേൽ ആക്രമണത്തിൽ സഖ്യരാഷ്ട്രമായ US കടുത്ത അതൃപ്തി പരസ്യമാക്കി. റഫേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ബോംബുകൾ നൽകുന്നത് നിർത്തിവച്ചതിന് പിന്നാലെയാണ് ആയുധ സഹായം കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ US ആലോചിക്കുന്നത്. ഉഗ്രശേഷിയുള്ള ബോംബുകളും ഷെല്ലുകളും അടക്കം US നൽകിയ ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഗാസയുടെ വടക്ക് മധ്യ മേഖലകളിൽ ആയിരക്കണക്കിന് പലസ്തീൻകാരുടെ ജീവനെടുത്തത്. സൈനിക നടപടി റഫേലിലേക്ക് നീട്ടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയാൽ അതിനുള്ള വെടിക്കോപ്പുകൾ US നൽകില്ലെന്നാണ് CNN ചാനലുമായുള്ള അഭിമുഖത്തിൽ ബൈഡൻ അറിയിച്ചത്. ഗാസ യുദ്ധത്തിൻ്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന US പ്രസിഡന്റ് ഇതാദ്യമായാണ് പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിൻ്റെ നിലപാട് മാറ്റം. അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചത്തിന് വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കൈയൊഴിയലല്ല, മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് അമേരിക്ക ചെയ്യുന്നത്. അതേസമയം US-ൽ നിന്നുള്ള ആയുധങ്ങൾ മുടങ്ങുന്നത് ഹമാസിനെ തകർക്കാനുള്ള ദൗത്യത്തെ സാരമായി ബാധിക്കുമെന്ന് US-ലെ ഇസ്രായേൽ അംബാസഡർ ഗിലാദ് എർദാൻ പറഞ്ഞു. തെക്കൻ ഗാസയിൽ ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണമായ റഫേൽ അതിർത്തി കവാടം ഇസ്രായേൽ സൈന്യം പിടിച്ചതോടെ ജനം മധ്യ ഗാസയിലേക്ക് പലായനം തുടരുകയാണ്.
ഇതുവരെ 8,000-ഓളം പലസ്തീൻകാർ റഫ വിട്ടു. തെക്കൻ ഗാസയിലെ 3 ആശുപത്രികളിൽ ഒരെണ്ണം ഇന്ധനക്ഷാമം മൂലം പൂട്ടിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇതിനിടെ കൈറോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഈജിപ്തിലെ സർക്കാർ TV ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഹയർ സെക്കൻഡറി ജയം കുറഞ്ഞു. 78.69%. 4.26% കുറവ്. ഫുൾ A+ 5,427 കൂടി. VHSC ജയം 71.42%, കുറവ് 6.97%. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കാര്യമായ ഇടിവ്. ഹയർ സെക്കൻഡറി വിജയം 78.69%, കുറവ് 4.26%. VHSC വിജയം 6.97%, കുറഞ്ഞ് 71.42%. ഹയർ സെക്കൻഡറിയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 5,427 കൂടി 39,242. 105 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും, അതായത് 1,200 മാർക്കും നേടി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 251 പേർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ ഉള്ളത്. അരളിപ്പൂവിന് നിയന്ത്രണം. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് മാത്രം ഉപയോഗിക്കും. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിൻ്റെ ഉപയോഗത്തിന് നിയന്ത്രണം. നിവേദ്യം, പുഷ്പാഞ്ജലി, പ്രസാദം എന്നിവയിൽ നിന്ന് അരളി പൂർണ്ണമായും ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക യോഗം തീരുമാനിച്ചു. എന്നാൽ പൂജയ്ക്കായി ഉപയോഗിക്കും. മാല, പുഷ്പാഭിഷേകം, പൂമൂടൽ എന്നീ വഴിപാടുകൾക്കും ഉപയോഗിക്കാം. അരളിക്ക് പകരം തെച്ചി, തുളസി, പിച്ചി, മുല്ല, റോസ്, ജമന്തി എന്നിവ ഉപയോഗിക്കാനാണ് തീരുമാനം. ക്ഷേത്രങ്ങളിൽ അർച്ചനയിലും നിവേദ്യത്തിലും അരളിപ്പ് ഉപയോഗിക്കേണ്ടെന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഇന്നിറങ്ങും. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പുതിയ തീരുമാനമെടുത്തിട്ടില്ല. നിലവിൽ ഉപയോഗിക്കുന്ന അമ്പലങ്ങളിൽ തുടരും. ആലപ്പുഴയിൽ യുവതി മരിച്ചത് അരളിപ്പ് ഉള്ളിൽ ചെന്നാണെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ക്ഷേത്രങ്ങളിൽ അരളി നിരോധനം ചർച്ചയായത്. എല്ലാ ജില്ലകളിലും ഭേദപ്പെട്ട മഴ ലഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിലേക്ക് മഴ വ്യാപിക്കാൻ സാധ്യത. വ്യാപക മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. എല്ലാ ജില്ലകളിലും ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. വേനൽ മഴയ്ക്കൊപ്പം പെട്ടെന്നുള്ള ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ബുധനാഴ്ച രാത്രിയും ഇന്നലെയുമായി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ മികച്ച മഴ ലഭിച്ചു. എറണാകുളം, കോഴിക്കോട്, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ പലയിടങ്ങളിലായി ഭേദപ്പെട്ട മഴ ലഭിച്ചു. സ്കൂൾ അറ്റകുറ്റപ്പണികൾ 27-ന് മുൻപ് തീർക്കണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. അടുത്ത മാസം 3-ന് സ്കൂളുകൾ തുറക്കുന്നതിനാൽ ഈ മാസം 27-ന് മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. ഭിത്തികൾ കഴിയുന്നതും കഴുകി ചായം പൂശണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫിറ്റ്നസ് വാങ്ങിയില്ലെങ്കിൽ ക്ലാസുകൾ അനുവദിക്കില്ല. സ്കൂൾ പരിസരം വൃത്തിയാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. നിർമ്മാണം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി നിർമ്മാണ ഭാഗങ്ങൾ മറച്ചുകെട്ടണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചു. ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ കഴുകി അണുമുക്തമാക്കണം. കുടിവെള്ള ടാങ്ക്, കിണർ, മറ്റ് ജലസ്രോതസ്സുകൾ തുടങ്ങിയവ വൃത്തിയാക്കണം. കുടിവെള്ള സാമ്പിൾ ലാബിൽ പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ടാണ് പ്രവേശനോത്സവം നടത്തേണ്ടത്. സ്കൂൾ തുറക്കുന്ന ദിവസം മാതാപിതാക്കൾ എത്താൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്കൂളിന് സമീപം സൗകര്യമൊരുക്കണം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ മറ്റ് ആവശ്യങ്ങൾക്കായോ വച്ച പ്രചാരണ സാമഗ്രികളോ കുടിതോരണങ്ങളോ ബോർഡുകളോ സ്കൂൾ പരിസരത്തുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവ നീക്കം ചെയ്യണം. സ്കൂളിന് മുന്നിലെ റോഡിന് ഇരുവശവും ഹമ്പുകളോ സ്പീഡ് ബ്രേക്കറുകളോ വേണം. ക്ലാസ് ആരംഭിച്ച് നിശ്ചിത സമയം കഴിഞ്ഞുമെത്താത്ത കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ച് വിവരം അറിയിക്കണം. വീട്ടിൽ നിന്ന് കുട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം പോലീസിനെ അറിയിക്കണം. പഠനത്തിന് തടസ്സം വരുന്ന തരത്തിൽ PTA യോഗങ്ങളോ മറ്റോ സംഘടിപ്പിക്കാൻ പാടില്ല. സ്കൂളിലെ ലാൻഡ് ഫോൺ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ഒരുക്കങ്ങൾ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഈ മാസം 25-നും 30-നും ഇടയിൽ സ്കൂളുകളിൽ നേരിട്ടെത്തി പരിശോധിക്കണം. അധ്യാപകരെല്ലാം അവധിക്കാല പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പ്രധാന അധ്യാപകർ ഉറപ്പാക്കണം. അധ്യാപക പരിശീലനം പൂർത്തിയാകുമ്പോൾ SRG യോഗം ചേർന്ന് വാർഷിക അക്കാദമിക കലണ്ടർ, അക്കാദമിക വാർഷിക പ്ലാനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഒന്നാം ടേം പഠന പ്രവർത്തനങ്ങൾ എന്നിവ തീരുമാനിക്കണം. ശുഭദിനം. നന്ദി.